ഒരു ക്രിയേറ്റർ ഇല്ലാതെ ക്രിയേഷൻ ഒരിക്കലും സംഭവിക്കില്ല. ഇതൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റുന്ന ക്രിയേഷൻ ആണെങ്കിലും കാണാൻ പറ്റാത്ത സറ്റിലായിട്ടുള്ള ഊർജ്ജങ്ങളാണെങ്കിലും ഇതെല്ലാം ക്രിയേഷൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഇതിനെല്ലാം ഒരു ക്രിയേറ്റർ ഉണ്ടാവും. ഇതിനെല്ലാം ഒരു തുടക്കം കുറിച്ച ഒരു സോഴ്സ് ഉണ്ടാവും. അതിനെയാണ് പല മതങ്ങളും ദൈവം എന്ന് വിളിക്കുന്നത്. പക്ഷെ സ്പിരിച്വൽ സയൻസിൽ യോഗയിൽ ദൈവം എന്ന് വിളിക്കുന്നില്ല, പകരം ഇതിനെ ഗോഡ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നു. പരബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന വാക്ക് കൊടുത്താണ് വേദങ്ങൾ പോലും ഇതിനെ വിളിക്കുന്നത്. ഇതാണ് ദ സോഴ്സ് ഓഫ് ക്രിയേഷൻ. ഇതിലൂടെയാണ് എല്ലാം മാനിഫെസ്റ്റ് ആവുന്നത്. ഇതേ വേദങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതെവിടെയോ നിൽക്കുന്ന ഒരു സാധനമല്ല. നമ്മളെ മനസ്സിലൊക്കെ ഇമാജിൻ ചെയ്യുന്ന പോലെ ഏതോ ഒരു അറ്റത്ത് തൊടാനും അറിയാനും പറ്റാത്ത ഏതോ ഒരു മേഖലയിൽ ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഒരു ശക്തിയല്ല കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള എല്ലാത്തിലും അതുണ്ട്. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ദിസ് ഗോഡ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈ ബ്രഹ്മൻ മനുഷ്യനിലും മൃഗങ്ങളിലും പക്ഷികളിലും ചെടികളിലും മരങ്ങളിലും പ്രകൃതിയിലും ആകാശത്തും ഇതുവരെ ക്രിയേറ്റഡ് ആയിട്ടുള്ളതും ഇനി ക്രിയേറ്റ് ആവാൻ പോകുന്നതുമായ എല്ലാത്തിലും ഈ കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്താണ്? മനുഷ്യന് മാത്രമേ ഈ കോൺഷ്യസ്നെസ്സിനെ അനുഭവിക്കാനും അവൻ്റെ ഇഷ്ടത്തിനൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കാനും സാധിക്കൂ. അതിൻ്റെ അർത്ഥം എന്താ? ഗോഡ് കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് അനുഭവിക്കാനും അതിനെ ഉപയോഗിക്കാനും പറ്റും. എന്നാൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏതൊരു കാര്യത്തെയും മാനിഫെസ്റ്റേഷനിലേക്ക് തുടക്കം കുറിക്കാൻ, അതിനൊരു വിത്തിടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കോൺഷ്യസ്നെസ്സിനെ ഒന്ന് ട്രിഗർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതൊരു കാര്യത്തെയും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് ഗോഡ് കോൺഷ്യസ്നെസ് എന്ന് മാനിഫെസ്റ്റേഷൻ്റെ ആംഗിളിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതെന്താണ്, ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ നമ്മൾക്ക് ഇതിനെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാൻ പോലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഗോഡ് കോൺഷ്യസ്നെസ് എന്താണെന്ന് തിയറിറ്റിക്കലി അറിയുന്നത് ഒരു വശം, അതെന്താണെന്ന് അനുഭവിക്കുന്നത് മറ്റൊരു വശം. ഈ അനുഭവിച്ച കാര്യത്തെ പുറം ലോകത്ത് കൊണ്ടുവരുന്നത്, അതിനെ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് വിടുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു വശമാണ്. അപ്പം നമ്മൾക്കിപ്പോൾ തിയറിറ്റിക്കലി നിങ്ങൾക്ക് എന്താണ് ഈ ഗോഡ് കോൺഷ്യസ്നെസ് എന്നറിയാം. ഇനി ഇത് നമ്മൾക്ക് ഇതെങ്ങനെ അനുഭവിക്കാൻ സാധിക്കും, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുക? ഇതിനെയാണ് ഒരുപാട് കാലങ്ങളായിട്ട് പല യോഗികളും ഋഷികളും സന്യാസികളും എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനിക്കുക, അല്ലെങ്കിൽ ജപിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. എന്തിനാ അങ്ങനെ പറയുന്നത്? കുറച്ചു നേരം നിങ്ങൾ പുറത്തുള്ള ഡിസ്റ്റർബൻസ് എല്ലാം ഓഫ് ചെയ്തുകൊണ്ട് ശാന്തമായിട്ട് മനസ്സിനെ ഇമോഷൻസിനെ ഒന്ന് സൈഡാക്കി സമാധാനത്തിൽ നിശബ്ദമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഗോഡ് കോൺഷ്യസ്നെസ് അവനവൻ്റെ ഉള്ളിലുള്ള ഈ ശക്തിയെ അനുഭവിക്കാൻ കാരണമാകുന്നു. അതിനാണ് എപ്പോഴും ധ്യാനിക്കാൻ പറയുന്നത്. ഇനി ധ്യാനിക്കാൻ അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ണടച്ച് 10 മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കാൻ, നമസ്കാര മുദ്രയിൽ വെറുതെ ഇരിക്കാനെങ്കിലും പറയുന്നത്. നിങ്ങൾ സൈലൻ്റ് ആവുമ്പോഴാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും വികാരങ്ങളും ഒരു ബാലൻസിലേക്ക്, ഒരു ശാന്തതയിലേക്ക്, ഒരു സൈലൻസിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ ഗോഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന തലത്തെ നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നിശബ്ദതയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾ പല കഥകൾ കേട്ടിട്ടില്ല, എല്ലാവരും തപസ് ചെയ്യാൻ എവിടേക്കാണ് പോവുക? മാർക്കറ്റിൽ പോയിട്ടല്ല ഇരിക്കുക, സിനിമാ ഹാളിൽ പോയിട്ടല്ല അവർ തപസ് ചെയ്യാനിരിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കാനിരിക്കുക. എപ്പോഴും സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുക. പണ്ടത്തെ ഒരു കാലം എടുക്കുകയാണെങ്കിൽ ഗുഹയിലോ അല്ലെങ്കിൽ കൊടൂരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വനത്തിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടാണ് അവരെപ്പോഴും ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മലയുടെ മുകളിലായിരിക്കും. ഇവിടെയെല്ലാം ശബ്ദം എത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഒരു മനുഷ്യനെത്തുന്നത് പോലും വളരെ പ്രയാസകരമാണ്. സോ ഇത്തരം സ്ഥലത്ത് നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്നാൽ പോലും വിത്തിൻ 2 to 3 days നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ധ്യാനത്തിലേക്ക് പോകും. നിങ്ങൾ പരിശീലിക്കേണ്ട ആവശ്യമില്ല, ധ്യാനം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു സൈലൻസിലേക്ക് പോകും. ഈ സൈലൻസ് ആണ് ഗോഡ് കോൺഷ്യസ്നെസ്സിൻ്റെ അനുഭവം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ ലക്ഷ്യമിടേണ്ടത്. എപ്പോഴും ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യരുത്. എപ്പോഴും ഫോൺ നോക്കിയിരിക്കരുത്, എപ്പോഴും യൂട്യൂബ് നോക്കിയിരിക്കരുത്, എപ്പോഴും നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കരുത്, മനസ്സിനെ എപ്പോഴും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ജീവിതത്തിൽ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഒരു സൈലൻ്റ് ആയിട്ടിരിക്കാൻ സമയം കണ്ടെത്തുക. ഇതാണ് നിങ്ങൾക്ക് ആ ഗോഡ് കോൺഷ്യസ്നെസ് എന്താണെന്ന് അനുഭവിക്കാൻ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ. ഇത് മാത്രമാണ് വഴി. ധ്യാനിക്കാൻ അറിയുന്നവർ ധ്യാനം തന്നെ എടുക്കുക, ജപിക്കാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യുക. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ രാത്രി സമയത്ത് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ആകാശം നോക്കി സ്പെൻഡ് ചെയ്താൽ പോലും ഈ ഗോഡ് കോൺഷ്യസ്നെസ് ഉള്ളിൽ ആക്ടിവേറ്റ് ചെയ്യാൻ കാരണമാകും. സോ ഇതാണ് അനുഭവിക്കാനുള്ള ഒരേ ഒരു വഴി. വൺസ് ഗോഡ് കോൺഷ്യസ്നെസ്സിൻ്റെ അനുഭവം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണ് മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുക? ഇത് ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ മാത്രം നോക്കി പോകുന്ന ആൾക്കാർക്ക് പരിചയം ഉണ്ടാവില്ല. കുറച്ചൊക്കെ സ്പിരിച്വാലിറ്റി എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഇത് കേട്ട് പരിചയം ഉണ്ടാവും.
എത്രയോ ആൾക്കാരുണ്ട്, നമ്മൾക്കിടയിൽ പോലും എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് വരുന്ന ആഗ്രഹങ്ങളെയും അവരുടെ ജീവിതത്തിൽ വരുന്ന ആവശ്യങ്ങളെയെല്ലാം അവർ ദൈവത്തിന് സമർപ്പിക്കും. അമ്പലത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവർ ചിലപ്പോൾ വല്ല അർച്ചന ചെയ്യും, വഴിപാട് ചെയ്യും, പൂജ ചെയ്യും, എന്തെങ്കിലും ചെയ്യും. ഭയത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വഴിപാടുകളല്ല പറയുന്നത്. പൂർണ്ണമായ വിശ്വാസത്തോടെ അവരൊരു സമർപ്പണം ചെയ്യും. ഒരു കാര്യം അങ്ങ് സറണ്ടർ ചെയ്യും. നിങ്ങളുടെ ലാംഗ്വേജിൽ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക എന്ന് പറയും. അതിന് പകരമായിട്ട് ഇവരൊരു ഗോഡിന്, ഒരു ദൈവത്തിന്, ഒരു കോൺഷ്യസ്നെസ്സിന് അവർ സമർപ്പിക്കും. ഒരു ഇൻ്റലിജൻസിന് അവരുടെ ആഗ്രഹത്തെ കൊടുക്കും. എന്നിട്ട് ഇത് ലഭിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ, എനിക്കതിന് യോഗ്യതയുണ്ടെങ്കിൽ, ഇനി യോഗ്യതയില്ലെങ്കിൽ എന്നെ യോഗ്യത ആക്കുന്ന പോലെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന സമർപ്പണത്തോടെ എത്രയോ പേര് അവരവരുടെ ആഗ്രഹത്തെ സമർപ്പിക്കുന്നുണ്ട്. ഞാൻ നിസ്സാരമായ ആൾക്കാരെ പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്താണ്, ദൈവം എന്താണ്, ആത്മീയത എന്താണ്, ധ്യാനം എന്താണെന്ന് അറിയുന്നവരുടെ കാര്യമല്ല പറയുന്നത്. വളരെ നിസ്സാരമായിട്ട് സാധാരണയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും നേടിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് ദേ സറണ്ടർ ഇറ്റ്. ഒറ്റയ്ക്ക് ഞാൻ ചെയ്യാമെന്ന് പറയുന്നതിന് പകരം, യൂണിവേഴ്സിന് താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് ചില ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു ഉയർന്ന ശക്തിക്ക്, അവർക്കൊരു ദേവതയോട് അമിതമായ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ദേവതയ്ക്ക് അവരുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുന്നു. നീ ഇത് നോക്കിയാൽ മതി, എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കിന്നെ ആവശ്യമുണ്ട്, ഞാനിതിന് തയ്യാറാണെങ്കിൽ, എനിക്കിതിന് യോഗ്യതയുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇത് മാനിഫെസ്റ്റ് ചെയ്ത് തരണം, നീ ഇത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവരെ ആഗ്രഹം അങ്ങോട്ട് സറണ്ടർ ചെയ്യും. ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം, നമ്മൾ അങ്ങോട്ട് അർച്ചന കൊടുക്കുന്നു, അങ്ങോട്ട് പുഷ്പങ്ങൾ കൊടുക്കുന്നു, അങ്ങോട്ട് നമ്മൾ ഓരോരോ പൂജകളും വഴിപാടുകളും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ആ വ്യക്തിക്കാണ് കിട്ടുന്നത്. അത് എങ്ങനെയാണ് ആ സയൻസ് വർക്കാവുന്നത്? കാരണം എന്താണെന്നറിയോ? നിങ്ങൾ അവിടെ വിഗ്രഹത്തിൽ കാണുന്നതും നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്സും സെയിമാണ്. ഞാനിതാ തുടക്കത്തിൽ പറഞ്ഞത് ഗോഡ് കോൺഷ്യസ്നെസ്, രണ്ടും സെയിമാണ്. അപ്പോൾ ആ ഒരു വിഗ്രഹത്തിൽ, ആ ഒരു ശിവലിംഗത്തിൽ, ആ എന്താണോ അവിടെ ഉള്ളത്, അതിൽ നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്താലും അത് മുഴുവനും റിസീവ് ആവുന്നത് നിങ്ങളുടെ സ്വന്തം പ്രാണിക് ബോഡിയിലാണ്. ആ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു, അതിൻ്റെ കുളിർമ വരുന്നത് നിങ്ങളുടെ സ്വന്തം പ്രാണിക് ബോഡിയിലാണ്. ആ വിഗ്രഹത്തിൽ ചില സവിശേഷ പൂജകൾ നടത്തി, ആ പൂജകളുടെ എനർജി മുഴുവൻ വരുന്നതും നിങ്ങളുടെ അടുത്തേക്കാണ്. ഓട്ടോമാറ്റിക്കലി ഒരാൾ എനിക്ക് ആഗ്രഹങ്ങൾ നേടിത്തരണമേ എന്ന് പറഞ്ഞ ആ വിഗ്രഹത്തോട് ആ ഒരു ഇൻ്റലിജൻസിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ സ്വന്തം ഗോഡ് കോൺഷ്യസ്നെസ് തന്നെയാണ് ആ ഇൻറ്റൻഷൻ ഏറ്റുവാങ്ങുന്നതും അത് നിങ്ങൾക്ക് നേടാൻ യോഗ്യതയുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പല ശക്തികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതും. പക്ഷേ ഈ ഭക്തിയോടെ നിൽക്കുന്നവരും മാനിഫെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നവരും വ്യത്യാസം എന്താണെന്നറിയോ? നിങ്ങളത് ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം തലയ്ക്ക് എടുക്കുകയല്ല, നിങ്ങളത് ഒബ്സർവ് ചെയ്ത് നോക്കുക. സാധാരണ ആൾക്കാർ മാനിഫെസ്റ്റേഷൻ ഒന്നും അറിയുന്നില്ല, പക്ഷെ അവർ എത്ര കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് എക്സാം പാസ്സാവുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിയുന്നു, എത്ര കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നു മെറ്റീരിയലി. ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നടക്കും. പക്ഷെ നിങ്ങൾ ചില മാനിഫെസ്റ്റേഷൻ പറഞ്ഞ് മാത്രം നോക്കുന്ന ആൾക്കാർ, വേറെ എങ്ങോട്ട് ഫോക്കസ് ചെയ്യാത്ത ആൾക്കാർ, അവർക്ക് നല്ല ഡിലേസ് ഉണ്ടാവും. ഒരാഗ്രഹം നേടിക്കിട്ടാൻ തന്നെ വർഷക്കണക്ക് കാത്തിരിക്കേണ്ടി വരും. അവർക്ക് മാത്രം ഒഴുകും. കാരണം ഇവിടെ സറണ്ടർ എന്ന പരിപാടി നടക്കുന്നുണ്ട്. ഭക്തിയിലൂടെ, ഇമോഷൻസിലൂടെ അവരറിയാതെ ആ ഗോഡ് കോൺഷ്യസിലേക്ക് അവർ സമർപ്പിക്കുന്നുണ്ട്, സറണ്ടർ ചെയ്യുന്നുണ്ട്. അവരൊരു ടൂൾ ഉപയോഗിക്കുന്നു എന്നുള്ളൂ. ഒരു ക്ഷേത്രം, അവിടുത്തെ വിഗ്രഹം അവരുടെ ഇഷ്ടദേവതയായിരിക്കും. അതിനൊരു ടൂളായിട്ട് ഉപയോഗിച്ച്, ഒരു കണ്ണാടി പോലെ ഉപയോഗിക്കുന്നു സബ് കോൺഷ്യസ്ലി. അവരറിയുന്നില്ല. അങ്ങോട്ട് അവരങ്ങ് സറണ്ടർ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ആ വിഗ്രഹത്തിലെ ഊർജ്ജവും അവരുടെ സ്വന്തം മനസ്സിലുള്ള ഉള്ളിലുള്ള ആ ഊർജ്ജങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ അവർക്ക് സംഭവിക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെയും നിങ്ങളെക്കാളും വലിയൊരു ശക്തിയെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം ഇതാണ് ഗോഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രൊസീജിയർ. ആൻഡ് എപ്പോഴും ഞാൻ പലരോടും ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഭക്തി ആവശ്യമാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു, ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞു, നിങ്ങൾക്കതിന് പിന്നിലുള്ള സയൻസ് മനസ്സിലായി. ക്ഷേത്രത്തിൽ പോയിട്ട് ഈ സയൻസ് മൈൻഡിൽ വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവണമെന്നില്ല. ഭക്തിയാണ് വേണ്ടത്. നിങ്ങൾക്കൊരു ഇഷ്ടദേവത ഉണ്ടെങ്കിൽ, ഒരു ഇഷ്ടമായിട്ടൊരു ദേവത, ഒരു ദൈവം ഉണ്ടെങ്കിൽ അവരോട് ഉള്ള ഇമോഷണൽ ബോണ്ടിങ് ആണ് ആവശ്യം. ഒരു ട്രസ്റ്റാണ് ആവശ്യം. ആ ഭക്തിയോടെ, ആ വിശ്വാസത്തോടെ നിങ്ങളത് അങ്ങോട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് അത് സംഭവിച്ചിരിക്കും. കാരണം പിന്നെ ആ മാനിഫെസ്റ്റേഷൻ നടപ്പാക്കാൻ അതിനെ ഏറ്റെടുക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ദേവതയുടെ പ്രതിഷ്ഠയാണ്, അതിൻ്റെ ഇൻ്റലിജൻസ് ആണ്, നിങ്ങളുടെ സ്വന്തം ഉള്ളിലുള്ള ഗോഡ് കോൺഷ്യസ്നെസ് കൂടെയാണ്. സോ യു നീഡ് ദ ഭക്തി, യു നീഡ് ദ ഡിവോഷൻ. ആ ഇമോഷണൽ സറണ്ടർ അത്യാവശ്യമാണ്.
സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടോ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റും പറ്റില്ല എന്നല്ല, പക്ഷെ നിങ്ങളാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഇവിടെ ഒരു സെക്കൻഡ് ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ശക്തിക്കറിയും, അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും അറിയാം. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെക്കാളും മുകളിലുള്ളൊരു ശക്തിയാണ് അവിടെ ഇരിക്കുന്നത്, അതിന് എല്ലാ കാര്യങ്ങളും അറിയാം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. സോ ഐ നോ പല മാനിഫെസ്റ്റേഷൻ നോക്കുന്ന ആൾക്കാർക്കും ഈ മെത്തേഡ് അത്ര പരിചയമില്ലാത്തതാണ്. സറണ്ടർ ചെയ്യൂ, ഡിവോഷൻ ക്രിയേറ്റീവ്, ഇമോഷൻ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല, കിട്ടില്ല. കാരണം എപ്പോഴും അവർ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ തന്നെ ട്രസ്റ്റ് ചെയ്തത് കൊണ്ട് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയോളജി അവരുടെ മൈൻഡിലുണ്ട്. ഒരിക്കലും അങ്ങനെ നടക്കില്ല. പുറത്ത് പല ഇൻ്റലിജൻസ് ഉണ്ട്, പല ശക്തികളുണ്ട്, അവരുടെ കൂടെ ഇടപെടൽ നമ്മൾക്ക് ആവശ്യമാണ്. ഗോഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതിലേക്കുള്ള വൺ ഓഫ് ദ മെത്തേഡാണ്. ഒന്ന് ചെറിയ മാനിഫെസ്റ്റേഷൻ, ചെറിയ ആഗ്രഹം ഇതുവഴി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇമോഷൻസോടെ, ഭക്തിയോടെ പരീക്ഷിച്ച് നോക്കൂ. വർക്കായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും വിശ്വസിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ നടക്കാത്ത ആഗ്രഹങ്ങളെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ടുകൾ എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് പ്രോഗ്രസ് എങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും.